രേണുസുതി ബിഗ് ബോസിൽ ഉണ്ടോ അതോ ജനങ്ങളെ പറ്റിക്കുകയാണോ? ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അന്നേരം ഇത്തവണത്തെ എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് രേണുസുതി തന്നെയാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബിഗ് ബോസ് റിലേറ്റഡ് സാധനം. അപ്പൊ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഒരു 3-4 മണിക്കൂർ മുമ്പാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ ഇത് കാണുന്നത് ഒരു പക്ഷേ ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞിട്ടായിരിക്കും, ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ എല്ലാം കണ്ടതിന് ശേഷമായിരിക്കും. അപ്പൊ ഒരു പക്ഷേ രേണുസുതി ബിഗ് ബോസിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഏതാണ്ട് ഇങ്ങനെയാണ് നമ്മളുടെ ഊഹങ്ങൾ. രേണുസുതി ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല. വേറെ അതായത് നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളിൽ രേണുസുതിക്ക് മാത്രമുള്ള ഒരു ഹൈപ്പ് വേറെ ആർക്കും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അത്രയ്ക്കധികം കോൺട്രവേഴ്സിയാണ് ഗൈസ് മുന്നോട്ട് വരുന്നത്. കാരണം എത്രയധികം വീഡിയോസ് ആണ്. ഞാനിപ്പോ ഒരു സാധനം നിങ്ങളെ ഇങ്ങോട്ട് കാണിക്കാം. അതായത് ഈ ഒരു സാധനം കണ്ടു, എനിക്കറിയത്തില്ല രേണുസുതി എനിക്ക് നീ വലിയ വലിയ കോസ്റ്റ്യൂമിൽ കണ്ടത് കൊണ്ട് എനിക്ക് തോന്നിയത് ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ട് ലാലേട്ടോട് സംസാരിക്കുന്ന ഒരു സാധനമൊക്കെ ഇറക്കിയേക്കുന്നു, എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു വിഷയം ഞാൻ എടുക്കാൻ ഇപ്പൊ രേണുസുതി ബിഗ് ബോസിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ ഇപ്പൊ പേഴ്സണലി ഒരു രീതിയിലും എന്നെ ബാധിക്കുന്ന ഒരു സാധനമേ അല്ല. എന്നിട്ട് ഞാൻ ഈ ഒരു വിഷയം എടുത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, രേണുസുതി കഴിഞ്ഞ ദിവസം അവരുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അവരുടെ ആരാധകർ ഒന്നെടുക്ക ആക്കുന്ന ഒരു സാധനം അതിനകത്ത് പറയുന്നുണ്ട്, കാരണം ബിഗ് ബോസിനെ കുറിച്ചിട്ട്. അപ്പൊ ആ ഒരു സാധനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ഇങ്ങോട്ട് വരാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഏതാണ് വേടന്റെ വീഡിയോ ചെയ്ത സമയത്ത് എന്റെ ചാനലിന്റെ താഴെ വന്നൊരു കമന്റ്, ഏതോ ഒരു കമന്റോളി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതാണ് ഗൈസ്, ഞാൻ ഇങ്ങോട്ട് കൊടുക്കാം. എന്താണ് പറഞ്ഞത്, വളരെ പുച്ഛിച്ചുകൊണ്ട് ഒരു സാധനം ഇട്ടേക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിട്ടെ, ഞാൻ ചെയ്യുന്ന ആ ഒരു ജോലി എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഒന്നും അല്ലെങ്കിലും കുറച്ച് ആയിരക്കണക്കിന് പേരെങ്കിലും ചെയ്യുന്ന വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു ജോലിയാണ്. അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അന്നേരം വളരെയധികം അന്താരാഷ്ട്ര നിലവാരമുള്ള തൊഴിൽ ചെയ്യുന്ന ചേട്ടൻ ചെയ്യുന്ന ജോലിയാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ ചേട്ടൻ ഒരു കാര്യം ചെയ്യുക, ഈ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ജോലി ദയവ് ചെയ്ത് എന്റെ കമന്റ് ബോക്സിൽ വന്ന് കാണിക്കാൻ നിൽക്കാതെ, വെറുതെ എന്റെ വായിക്ക് അല്ലെങ്കിൽ എന്റെ നാക്കിന് പണി ഉണ്ടാക്കാൻ നിൽക്കാതെ ദയവ് ചെയ്ത് ആ ഒരു പരിപാടി ഇനിയും തൊട്ട് എന്റെ കമന്റ് ബോക്സിൽ വന്ന് കാണിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അഭ്യർത്ഥിക്കുക എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു, കാരണം എനിക്ക് അങ്ങനെയുള്ള സപ്പോർട്ട് ആവശ്യമില്ല. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കുറച്ച് പേരെങ്കിലും എനിക്കുണ്ട്. അങ്ങനെയുള്ളവരെ എനിക്ക് വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിനകത്ത് രേണുസുതി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. രേണുസുതി ആരാധകരെ ഒന്നടങ്ങ് ഒന്ന് ഞെട്ടലാക്കുന്ന സാധനം. ഓക്കെ, ഞാൻ അതൊരു വെച്ചിട്ട് ബാക്കി സംസാരിക്കാം. പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറി പോയത്? സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഗൈസ്, അപ്പൊ ഈ സാധനം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സംഭവം രേണുസുതി പറയുന്ന കാര്യമാണ്. പക്ഷേ 2 ദിവസം മുമ്പ് നമുക്കറിയാം, അനന്തു എന്ന് പറഞ്ഞ യൂട്യൂബർ നമുക്കറിയാം, ഈ ലൈഫ് ഓഫ് അനന്തു നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും. പുള്ളിയുടെ ചാനലിനകത്ത് ഒരു സാധനം പറയുന്നത്, രേണുസുതിയുടെ സ്വന്തം ഫ്രണ്ട് രേണുസുതിയെ റിലേറ്റഡ്, അതായത് ബിഗ് ബോസ് നിയമം രേണുസുതി ലംഘിച്ചു, അല്ലെങ്കിൽ രേണുസുതി ലംഘിച്ചു എന്ന് പറഞ്ഞ് അയാൾ അത് ഇട്ടേക്കുന്നത്. അപ്പം രേണുസുതിയുടെ ഫ്രണ്ട് പറയുന്ന ഒരു കാര്യം, ആ ഒരു പോസ്റ്റ് ഞാൻ അറിഞ്ഞുകൊണ്ട് വെക്കാം ഗൈസ്. അപ്പൊ ആ പോസ്റ്റിനകത്ത് ഏണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തെ എന്റെ എത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ്, ഇത്രമാത്രം അവഗണന ആക്ഷേപം അനുഭവിച്ചൊരു വ്യക്തി അല്ല രേന്തു. അത് വ്യക്തി എന്ന് പറഞ്ഞ കുറെ കുത്തുകള് അതിനകത്ത് എന്ത് വ്യക്തി എന്ന് രേണുസുവിനെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അല്ല ഒരു സ്ത്രീ ഒരു സ്ത്രീ രേണുസുതിയാണ്. മനസ്സിന്റെ നിയന്ത്രണം കൈവിടാതെ പതറാതെ മുന്നോട്ട് പോകുന്ന ഒരു നിരാലംബയായ സ്ത്രീ കൂടിയാണ് രേണു. മുന്നിലുള്ള വിഷമം ആരെയും വിഷമിക്കുന്നു അറിയിക്കാതെ ജീവിതം മുന്നോട്ട് തുഴഞ്ഞു പോകുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാകണം. വോട്ട് ചെയ്തവളെ വിജയിപ്പിക്കണം. നെഗറ്റീവ് കമന്റായി ആരും വരേണ്ട. ഓക്കേ, ഈ ഒരു സാധനം ഒരു ദിവസം മുമ്പ്, 1-2 ദിവസം മുമ്പ്, അദ്ദേഹത്തിന് ചാനൽ ഇട്ടേക്കുന്ന ഒരു ദിവസം മുമ്പാണ്. അന്നേരം ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് രേണുസുതി ഈ ഒരു സാധനം പറഞ്ഞത് ആക്ച്വലി ഇന്നലെ എങ്ങാണ്ട് ആ ഒരു വീഡിയോ കണ്ടത് ഞാൻ. അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. രേണുസുതിയുടെ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ രേണുസുതിയെ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആരാധകരോട് രേണുസുതി എന്ത് കാര്യം കാണിച്ചിട്ടാണ് ഒരുപക്ഷെ പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു വീഡിയോയിൽ ആ ഒരു സാധനം ഇടേണ്ട കാര്യം ആക്ച്വലി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇടണ്ടായിരുന്നു എന്നാണ്. ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഉള്ള സപ്പോർട്ടും കൂടെ പോകുന്ന രീതിയിൽ രേണുസുതി അത്രയ്ക്കൊരു തറപ്പരിപാടി കാണിച്ചിട്ട് പോയി എന്ന് മാത്രമാണ് ഗൈസ് എനിക്കിത് പറയാനായിട്ടുള്ളത്. അന്നേരം രേണുസുതി ബിഗ് ബോസിൽ പോയോ പോയില്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കത് പേഴ്സണലി കണ്ടന്റിന്റെ കാര്യത്തിൽ നമ്മൾ വിചാരിക്കുക രേണുസുതി ബിഗ് ബോസിനകത്ത് പോയാൽ എന്താണ്, കാഴ്ചക്കാരെ സംബന്ധിച്ചുള്ള ബിഗ് ബോസ് മാത്രം പോയിരുന്ന് കണ്ടാൽ മതി. കാരണം പുറത്ത് നടക്കുന്ന അലവലാതി കണ്ടന്റുകൾ അല്ലെങ്കിൽ രേണുസുതിയുടെ കണ്ടന്റ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ബിഗ് ബോസിലൂടെ ചാടി കയറാക്കി ബിഗ് ബോസിന് അതിലൂടെ കുറച്ച് റീച്ച് കൂടെ കൂടും. അപ്പം എന്താണ് നമ്മുടെ
സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഹൈപ്പ് ഉള്ള രണ്ട് സാധനം, ഒന്ന് ബിഗ് ബോസും പിന്നെ ഒന്ന് രേണു സുധി, അതുപോലത്തെ കുറച്ച് ആൾക്കാർ ടീമും അപ്പുറത്ത് കാണും. അന്നേരം ഇതെല്ലാം കൂടെ ഒരു പക്ഷേ രേണു സുധിയും കൂടി ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് കണ്ടന്റ് ഹൈപ്പ് കൂടും, ഹോട്ട്സ്റ്റാറിന് കുറച്ച് റീച്ചിങ് റേറ്റ് കിട്ടും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കയറും. കാരണം നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ബിഗ് ബോസിൽ മാത്രം ചെന്ന് ചകഞ്ഞാൽ മതി, അല്ലെങ്കിൽ എല്ലാവരും കൂടെ അവിടെ ചെന്ന് ചകഞ്ഞാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ രേണു സുധി പുറത്താണെങ്കിൽ രേണു സുധിയുടെ കണ്ടന്റ് അപ്പുറത്ത് കാണും, ബിഗ് ബോസ് അപ്പുറത്ത്. അപ്പൊ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും പോയി ചെകേണ്ട ഒരു അവസ്ഥ വരും ഗൈസ്. അപ്പൊ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ രേണു സുധി അകത്ത് പോയാലും പുറത്തായാലും കുഴപ്പമൊന്നുമില്ല, പുറത്താണെങ്കിൽ നമുക്ക് 2 കണ്ണിന് പകരം 4 കണ്ണൂടെ വരേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ നോക്കണം ഇവിടെ നോക്കണം. അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അപ്പൊ ഇന്നത്തോളം ഈ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങളുടെ ബിഗ് ബോസ് തുടങ്ങുന്ന ഒരു 5 മണിക്കൂർ മുമ്പാണ് കേട്ടോ. അന്നേരം ഇന്ന് നാളത്തേക്ക് എന്തായാലും ആ ഒരു കാര്യത്തിൽ തീരുമാനമാകും. അപ്പൊ രേണുസു ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരുപക്ഷെ രേണുസു ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ ഉള്ള വോട്ടുകൂടെ, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല, വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് അറിയാൻ മേല. എന്തൊക്കെയാണോ നമുക്ക് നോക്കാം ഗൈസ്. ബിഗ് ബോസ് കണ്ടന്റ് നമ്മളും ചെയ്യുന്നതായിരിക്കും, നല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ബിഗ് ബോസിലേക്ക് വളരെയധികം ലൈവ് വരെ കണ്ട് ചത്ത് കിടക്കുന്ന ചില ആൾക്കാരുണ്ട് ഗൈസ്. അപ്പൊ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അതിൽ കാണിക്കുന്ന ചില കോമാളിത്തരങ്ങളും കണ്ടന്റുകളും കണ്ട് കഴിഞ്ഞോട്ടം ഞങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഒരുപാട് അനുഭവിച്ചതാണ്. വെളിയിൽ ഇറങ്ങുമ്പോൾ അവർക്ക് തന്നെ പരസ്പരം അവരെ തന്നെ അറിയത്തില്ല ആ ഒരു അവസ്ഥയെ. കാരണം അത്രയും കണ്ടന്റ് ഉണ്ടാക്കുകയും റീച്ച് വാരി കൂട്ടാനും വോട്ട് വാരി കൂട്ടാനും കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും അതിനകത്ത്. കാരണം അതൊക്കെ പ്ലാൻഡ് ആയിട്ടായിരിക്കും കയറി ചെല്ലുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിലൊന്നും ചത്ത് കിടക്കാതെ നമ്മൾ എന്താണെന്നോ, സ്വന്തം കണ്ണ് കൊണ്ടുപോയി കളയാതെ, കണ്ണും കാതും കൊണ്ടുപോയി കളയാതെ അവനവന്റെ കാര്യം കൂടിയൊക്കെ ചിലത് ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒരു ഉപദേശമല്ല, എന്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയുകയാണ്. കാരണം കഴിഞ്ഞ എപ്പിസോഡ് ഞാനും ഒരുപാട് അനുഭവിച്ചതാണ് 1-2 വാഴകൾ കാരണം. ഓക്കെ, അത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.